الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ദീന് പഠിക്കാൻ വേണ്ടി ഈ ക്യാമ്പിൽ 2 ദിവസമായി കഴിച്ചുകൂട്ടുന്ന നിങ്ങൾ 3-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ നിങ്ങളും ഞങ്ങളും തമ്മിൽ താൽക്കാലികമായിട്ട് വിട്ടുപിരിയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ചടക്കത്തോടെ മര്യാദയോടെ സഹകരണത്തോടെ പങ്കെടുത്തതുപോലെ ഈ വരാൻ പോകുന്ന എണ്ണപ്പെട്ട മണിക്കൂറുകളിൽ കൂടി നിങ്ങൾ അങ്ങനെ സഹകരിക്കണം. നല്ല സ്വഭാവം നിങ്ങൾ അത് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചുമരിന് പ്രയാസപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ആ ചുമരുകൾക്ക് ആശ്വാസം കൊടുക്കണം. ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നിക്കുന്നത് പോലെ മാറി നിൽക്കുന്ന ആളുകൾ അല്ല, ഞങ്ങളിതിൻ്റെ വക്താക്കളാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് അടുത്തു വന്നിരിക്കണം. അത് എൻ്റെ എളിയ അപേക്ഷയാണ്. നിങ്ങളത് മുഖവിലക്കെടുക്കണം, സ്വീകരിക്കുക തന്നെ വേണം. എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, ഞങ്ങളിതിൻ്റെ ആളുകളല്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കിട്ടിയ ഈ അവസരം, അള്ളാഹു നിങ്ങളുടെ മുന്നിൽ നൽകിയ ഈ മഹത്തായ അനുഗ്രഹം, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലാ തതവല്ലൂ മുജ്രിമീൻ, പ്രവാചകന്മാർ അവരുടെ നാട്ടുകാരോടും അനുയായികളോടും പറഞ്ഞതുപോലെ തമ്മാടികളായി നിങ്ങൾ പിരിഞ്ഞു പോകരുത്, ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇരിക്കുന്ന സഹോദരന്മാർ കുറച്ചുകൂടി ഇങ്ങോട്ട് ഈ വലഭാഗത്തേക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ ആ നന്മ, കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ച ആ അച്ചടക്കം അത് നിങ്ങൾ കാണിക്കണം. നമ്മൾ ഈ ലോകത്ത് പല സദസ്സുകളിലും പലപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇതുപോലത്തെ സദസ്സുകൾക്ക് ഒരു വിലയും നിലയുമുണ്ട്, അതിന് അദബും മര്യാദയുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിലിരുന്ന് തൻ്റെ അനുചരന്മാരുടെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് 3 ആളുകൾ ആ സദസ്സിലേക്ക് കയറി വന്നൊരു സംഭവമുണ്ട്. 3 ആളുകൾ. അതിൽപ്പെട്ട ഒരാൾ സദസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ പ്രവാചകനോട് അടുത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ട് അവിടെ ഇരുന്നു. മറ്റൊരാൾ ആ സദസ്സിൻ്റെ നേരെ ഏറ്റവും അവസാന ഭാഗത്ത് അവിടെ ചെന്നിരുന്നു. വേറൊരാൾ ആ സദസ്സിൽ പങ്കെടുക്കാനും ഇരിക്കാനും തയ്യാറാകാതെ അടൊഴിഞ്ഞു പോയി. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് ചോദിച്ചു, ഈ 3 ആളുകളുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഈ 3 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആ സദസ്സിലേക്ക് താൽപര്യപൂർവ്വം കടന്നു വന്നിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ ദീന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് ആവേശത്തോടുകൂടെ വന്ന ആ വ്യക്തിയെ അള്ളാഹു കൂട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. അവൻ ആ സദസ്സ് ചേർത്ത് പിടിച്ച ആളായതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ ആള്, അവൻ അതിൽ നിന്ന് അകന്നുകൊണ്ട് പിന്നിൽ ഒരു താല്പര്യമില്ലാത്തതുപോലെ ചെന്നിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടും അതേപോലത്തെ ഒരു സമീപനമാണ് കാണിച്ചത്. 3-ാമത്തെ വ്യക്തിക്ക് ആ സദസ്സും വേണ്ട, എനിക്കവിടെ പറയുന്നതും വേണ്ട. അവൻ പുറംതിരിഞ്ഞു പോയി. ഫഅറളല്ലാഹു അൻഹു, അള്ളാഹു അവനിൽ നിന്ന് പുറംതിരിഞ്ഞു പോയി. അള്ളാഹു അവനെ മെയിൻറ്റ് ചെയ്യാൻ പോയില്ല, തിരിഞ്ഞു നോക്കാൻ പോയില്ല. പ്രിയപ്പെട്ട, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആദർശത്തിലുള്ള സഹോദരന്മാരെ പല പ്രായക്കാരാണെങ്കിലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നമ്മൾ ആദർശത്തിലുള്ള സഹോദരന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തത് ഏറ്റവും മഹത്തായ ഒരു നിഅമത്താണ് എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ 2-3 ദിവസം ഇവിടെ വന്നിരിക്കാനുള്ള സാഹചര്യങ്ങളും മാനസിക അവസ്ഥയും സൗകര്യങ്ങളും ഒരുക്കി തന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. നിങ്ങൾക്കറിയാം, എനിക്കറിയുന്നത് പോലെ നമ്മുടെ ചുറ്റുഭാഗത്തും ഇന്ന് രാത്രി ഫജറിന്റെ ഒക്കെ മുമ്പുള്ള കുഫാറുകളായ ആളുകൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ കുഫാറുകൾ അതുപോലെ അതിലും ഒരടി മുന്നോട്ട് വെച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലും ലോകത്തും ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഒരുമിച്ചുകൂടാൻ, ഇവിടെ പങ്കെടുക്കാൻ, ഇവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ
നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചൊക്കെ പലപ്പോഴും ഒരുപക്ഷെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളെപ്പോലത്തവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് നിങ്ങളത് കേൾക്കാനും ശ്രദ്ധിക്കാനും തയ്യാറായി എന്ന് പറയുന്നത്, അതിനൊരു അവസരമുണ്ടായി എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന നിഅമത്തിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ ശേഷം ചോദ്യങ്ങളുണ്ടാകും. അവസരമുണ്ടായില്ലേ, കാര്യങ്ങൾ അറിയിച്ചു തന്നില്ലേ, പഠിപ്പിച്ചു തന്നില്ലേ, എന്തു ചെയ്തു എന്നുള്ളത് ചോദ്യങ്ങളുണ്ടാകും. ഉത്തരം പറയേണ്ടി വരും. ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും വിനോദവും അല്ല തന്നെ, അത് കാര്യമാണ്. ജീവിതം കാര്യമാണ്. അതുകൊണ്ട് ഏതാണെങ്കിലും ഈ ചുരുങ്ങിയ സമയത്ത് വളരെ പ്രധാനപ്പെട്ട 2 ഹക്കുകൾ മനുഷ്യരായ നമുക്ക് ഈ ലോകത്ത് നിർവഹിക്കേണ്ടുന്ന അനിവാര്യമായ നിർബന്ധമായ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കടമകളെക്കുറിച്ച് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഫള് കൊണ്ട് ഇന്നലെ ആദ്യത്തെ സദസ്സിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്നുള്ളത് അതിപ്രധാനമായൊരു വിഷയമാണ്. അതേപോലെ തന്നെ ഈ ലോകത്തൊരാൾ ജീവിക്കുമ്പോൾ അവൻ സ്വീകരിക്കേണ്ടുന്ന പാത വഴി ഏതാണ്, മൻഹജു സലഫ്, അതേപോലെ തന്നെ മഹത്തായതാണ്. ഇന്ന് നിങ്ങൾ പോകാൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളുടെ സമയത്ത് 2 വളരെ പ്രധാനപ്പെട്ട കടമകളുണ്ട്, ബാധ്യതകൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഓരോ ആളുകൾക്കും. അത് ഒന്ന് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ളതാണ്. മറ്റൊന്ന് ഈ ലോകത്ത് ഞാനും നിങ്ങളും വരാൻ കാരണക്കാരായ മാതാപിതാക്കളോടുള്ളതുമാണ്. ഖലാസ്. ഒന്ന് നമ്മളെ സൃഷ്ടിച്ച, നമ്മളൊന്നുമല്ലായിരുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു. നമുക്ക് വേണ്ടുന്ന ഈ വിഭവങ്ങൾ, അവയവങ്ങളാണെങ്കിൽ അനുഗ്രഹങ്ങളാണെങ്കിൽ ഇത് മുഴുവനും നൽകിക്കൊണ്ട് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള മഹത്തായ ഒരു കടമ. അതേപോലെ തന്നെ ഒരു വ്യക്തി ഈ ലോകത്തേക്ക് വരാൻ കാരണക്കാരായ മാതാവ് പിതാവ് അവരോടുള്ള ഒരു കടമയും ബാധ്യതയും, അതിനെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു തൗഹീദ് എന്ന് പറയുന്നത് അവ്വലു വാജിബിൻ അലൽ അബീദിയാണ്. അടിമകളായ ആളുകൾ ഏറ്റവും ആദ്യം അറിയേണ്ടതും അവർ സ്വീകരിക്കേണ്ടതും തൗഹീദുല്ലാഹിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരാൾ മുവഹിദായി കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി, ഖലാസ്, അള്ളാഹുവിനനുസരിക്കുന്ന അടിമയായി, തൗഹീദോടുകൂടെ ഇസ്ലാമിൽ പ്രവേശിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന വചനമാണ്. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഒരുത്തനും ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എനിക്കത് ഉറപ്പാണ്, അറിയും, ഞാനത് സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഈ പറയുന്ന സത്യസാക്ഷ്യം, ഈ തൗഹീദ്, ഈ ഷഹാദത്ത് ഒരാളത് അറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവന് നിർബന്ധമായി അള്ളാഹുവിനോട് പാലിക്കേണ്ട കടമയാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത് 5 വക്ത് നിസ്കാരം അത് നിർബന്ധമാണ്. പിന്നെ സുന്നത്തായിട്ട് ഐച്ഛികമായിട്ട് ഒരാൾക്ക് കഴിയും, താല്പര്യമുണ്ടെങ്കിൽ പല നിസ്കാരങ്ങളുണ്ട്. അതൊരാളെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടതുമാണ്, നിർവഹിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല, ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ 5 നേരമുള്ള നിസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിസ്കാരം എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് സമയബന്ധിതമായി നിർവഹിക്കൽ നിർബന്ധമായ ആരാധനയാണ്. സമയബന്ധിതമായി, തോന്നുമ്പോഴല്ല, എനിക്കിഷ്ടപ്പെടുമ്പോഴല്ല, ഞാൻ ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴോ അതല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ, എൻ്റെ ചോയ്സ്, അതിൻ്റെ ചോയ്സാണ്, അതിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളതിൽ ഇടപെടേണ്ട അല്ല, അത് പറ്റൂല. 5 നേരം ഒരു വ്യക്തി പകലുകളിലായിട്ട് നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്ന നിർബന്ധമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹുവാണ് എന്ന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ആദർശത്തിന് പ്രാവർത്തികമാക്കിയിട്ട് പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മഹത്തായ ഇബാദത്താണ് നിസ്കാരം. ഒരാൾ പറയാം മുസ്ലിമാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇല്ല, അത് പാടില്ല, അത് കാപട്യമാണ്. ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന കപടവിശ്വാസികളായ മുനാഫിഖീങ്ങളായ ആളുകൾ, അവരെ സംബന്ധിച്ച് നിസ്കാരം വളരെ ഭാരമുള്ളതായിരിക്കും. വൈദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, അതിലേക്ക് വിളിക്കുമ്പോൾ, അതിന് പോകേണ്ടി വരുമ്പോൾ അലസരായിട്ട് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെക്കുറിച്ച് ഈ പറയുന്ന സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കപ്പോൾ
ഇത് വെച്ചിട്ട് ഞാൻ മുനാഫിക്കാണോ മുഅ്മിനാണോ, നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോൾ താല്പര്യമുണ്ടോ, ഉന്മേഷമുണ്ടോ, അതല്ല നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ, അതിലേക്ക് ക്ഷണിക്കുമ്പോൾ, വിളിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ കയ്യും കാലും കുഴയാണോ, ക്ഷീണാണോ, അലസതയാണോ, മടുപ്പാണോ, ഒന്ന് പരിശോധിച്ച് നോക്കി. നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി കൃത്യമായ സമയങ്ങളുണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്ക് 2 ദിവസം പ്രവാചകരുടെ അടുത്ത് വന്നു. ഒരു ദിവസം എല്ലാ നിസ്കാരത്തിന്റെയും ആദ്യ സമയത്ത് വന്നിട്ട് സമയം കാണിച്ചു കൊടുത്തു. ളുഹറാണെങ്കിൽ, അസ്റാണെങ്കിൽ, മഗ്രിബാണെങ്കിൽ, ഇശാണെങ്കിൽ, ഫജ്റാണെങ്കിൽ ആദ്യ സമയം. രണ്ടാമത്തെ ദിവസം ഓരോ നിസ്കാരത്തിന്റെയും അവസാന സമയം വന്നിട്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അൽ വഖ്തു ബൈന ഹാഹുന, ഈ പറഞ്ഞതിന്റെ അടിയിലാണ് ഓരോ നിസ്കാരത്തിന്റെയും സമയമുള്ളത്. ആ സമയത്തിന്റെ ഇടയിൽ നിസ്കരിക്കണം. ഒരാൾ രോഗിയാണ്, ഒരാൾക്ക് യാത്രക്കാരനാണ്, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഒരു നിസ്കാരത്തെ മറ്റ് നിസ്കാരത്തിന് സമയത്തിലേക്ക് മുന്തിച്ചോ പിന്നെ ജംആക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നിസ്കരിക്കാൻ അനുവാദമുണ്ട് ഇസ്ലാമിൽ. അതിന്റെ നിയമങ്ങളും അതിന്റെ മര്യാദകളൊക്കെ ഉണ്ട്, ഏതാണെങ്കിലും ഉപാധികളൊക്കെ ഉണ്ട്. അതല്ല, ഇനി ഒരാൾ രോഗിയാണെങ്കിൽ അവർക്കൊക്കെ ഇതുപോലത്തെ ഇളവുകൾ വിട്ടുവീഴ്ചകളുണ്ട്. അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നിസ്കാരത്തിന് സമയമായാൽ അത് നിർവഹിക്കൽ നിർബന്ധ. ജോലിയാണ്, പഠനമാണ്, ഉറക്കാണ്, ക്ഷീണാണ്, ചെറിയ യാത്രകളാണ്, ഈ പറയുന്ന ഒരു കാരണങ്ങളും അതിൽ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനും പാടില്ല. ഒരു സഹോദരൻ അവന്റെ അടുത്തിരിക്കുന്നവനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ അതൊരു ഇൻസൾട്ടാകും, അത് പ്രയാസമാകും. അതുകൊണ്ട് നിങ്ങൾ പാലിക്കാൻ നല്ലത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൃത്യമായിട്ട് പാലിക്കാന്നുള്ളത്. അല്ലെങ്കിൽ ആ സദസ്സിൽ നീ മറ്റവനെ ശല്യം ചെയ്യണോ ഒന്ന് എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയാസമാകും. വേണ്ടല്ലോ. ഞാൻ നിങ്ങളെപ്പോലെ ഇതുപോലത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഈ കസാരയിൽ മേശന്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളാണ്. ഈ പ്രായമൊക്കെ എനിക്കും കഴിഞ്ഞതുമാണ്. ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു യഹ്ഫളുക്കും, അക്രമക്കുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾ ആദരിക്കട്ടെ, ഈ ആദരവ് മരിക്കുന്നതുവരെ നിലനിർത്തട്ടെ, സ്വർഗത്തിലെത്തുന്നതുവരെ അല്ലാഹു നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇതുപോലത്തെ ടീമിന്റെ കൂടെയൊക്കെ പഠിച്ചു വളർന്നതാണ്. അങ്ങനെ കുറച്ചുകൂടി വലിയ ആളുകളെ കൂടെ ജോലി ചെയ്ത് ഒരുപാട് കാലം കഴിഞ്ഞതാണ്. അതിൻ്റെയൊക്കെ ശേഷമാണ് ഇപ്പോൾ നമ്മളിവിടെ കസാരയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ നിസ്കാരം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന്റെ നെടും തൂണാണ്. ഞാൻ പറഞ്ഞു, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞു, ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിമായി കഴിഞ്ഞാൽ ആ വ്യക്തി ഏറ്റവും ആദ്യം നിർവഹിക്കാൻ ബാധ്യസ്ഥനാദ്യം നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് ബുദ്ധിയും പ്രായപൂർത്തിയും വന്നു കഴിഞ്ഞാൽ മരണം വരെ ഈ പറയുന്ന ഇബാദത്ത് നിലനിർത്തിയേ മതിയാകൂ. മരണം വരെ. ബുദ്ധിയുണ്ട്, പ്രായപൂർത്തിയായി കഴിഞ്ഞു, ഭ്രാന്തനാണെന്നുണ്ടെങ്കിൽ ആ പാവത്തിനോട് പറയാനില്ല. ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനോട് പറയാനില്ല. 7 വയസ്സൊക്കെയാണ് നിസ്കരിക്കാൻ വേണ്ടി നല്ല സൗഹാർദ്ദപരമായി കൽപ്പിക്കാം, ശിക്ഷിക്കാനൊന്നും പാടില്ല. ചെവിക്ക് പിടിച്ച് വലിച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് 7 വയസ്സാകുന്നതിന് പോകാനൊന്നും പറ്റൂല. 10 വയസ്സാകാണെന്നുണ്ടെങ്കിൽ ചെറിയ നിലക്ക് ആ കുട്ടിക്ക് ഒരു അദബ് എന്നുള്ള നിലക്ക് ചെറിയ നിലക്ക് അടയെ കൊടുക്കാൻ, നിസ്കരിക്കാൻ വേണ്ടിയിട്ടും കേൾക്കാതിരിക്കും. ഇതൊക്കെ രക്ഷിതാക്കൾ മാതാപിതാക്കളുടെ കടമയാണ്. നിസ്കാരം എന്ന് പറയുന്നത് രോഗിയാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആശുപത്രികൾ പോലത്തെ പോയിട്ട് അഡ്മിറ്റ് ചെയ്താലൊക്കെ പിന്നെ നിസ്കാരമില്ല. മരിക്കാൻ കാലാവുമ്പോൾ നിസ്കാരമില്ല. പിന്നെ വല്ലാത്തൊരു അപകടമാണ്. തന്റെ കൂടെ സഹായികളായി നിൽക്കുന്ന ആളുകൾ മരുന്ന് കൃത്യത്തിന് കൊടുക്കും, അവർക്ക് വൃത്തിയാക്കി കൊടുക്കും, അവർക്ക് ഫുഡ് നേരത്തിന് കൊടുക്കും. ഇല്ല, നിസ്കാരം വാപ്പാക്ക് നിസ്കരിക്കാൻ കഴിയൂല. അതിനൊപ്പം നിൽക്കുന്ന മക്കളാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, സഹായികളാണെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനാസ്ഥയാണ് ഈ രോഗിയോട് കാണിക്കുന്നത്. ഫുഡ് ഒരു നേരം കൊടുത്തില്ലാന്നുണ്ടെങ്കിലും, മരുന്നൊരു നേരം കിട്ടിയില്ലാന്നുണ്ടെങ്കിലും നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ, അംഗശുദ്ധി വരുത്താൻ, വസ്ത്രം മാറാൻ, ഖിബലയുടെ ഭാഗത്തേക്ക് ഇരുന്ന് അതിന് സഹായം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് സഹായം ചെയ്തു കൊടുക്കുക. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, പ്രവാചകന്റെ പിതൃവ്യന്റെ മകനായ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് പ്രായം ചെന്ന സമയത്ത് കണ്ണിന് അസുഖം വന്നു. അങ്ങനെ കണ്ണിന് അസുഖം വന്ന സമയത്ത് അദ്ദേഹത്തിന് ചികിത്സിച്ചിരുന്ന വൈദ്യന്മാർ പറഞ്ഞു, നിങ്ങൾ സുജൂദ് ചെയ്യരുതേ, നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യരുത്. അത് ചെയ്താൽ നിങ്ങളുടെ ബ്ലഡ്, രക്തം തലച്ചോറിലേക്കും തലയിലേക്കും കണ്ണിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അപ്പോ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ട്, എന്നെ ചികിത്സിക്കുന്ന വൈദ്യൻ ഇതേപോലെ നിർദ്ദേശങ്ങളാ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടി? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ദുല്ലാ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് സുജൂദ് ചെയ്തിട്ട് ഈ മരിക്കാൻ കാലത്ത് സുജൂദ് ഒഴിവാക്കിയേ. അവൻ ചിന്തിച്ചു നോക്കാതെ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സുജൂദ് ഒഴിവാക്കുക എന്ന് പറയുന്നത്, ഒരു സുജൂദ് ഒഴിവാക്കുക, രോഗമുണ്ടായിട്ട്, കാരണം ഉണ്ടായിട്ട്, കണ്ണിന്റെ കാഴ്ച പോകുന്നു പേടിച്ചിട്ട്
ആ സുജൂദ് ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. അതാണ് നിസ്കരിച്ചിട്ടില്ല എന്ന മനസ്സിന് സ്വസ്ഥത കിട്ടൂല. ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. ഒരു നേരം ഫുഡ് കിട്ടിയില്ല, ഒരു വിഷയവുമില്ല. അവർക്ക് കൃത്യമായ നിസ്കാര നേരത്തെ നിർവഹിക്കേണ്ടത്. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അവർ ശീലം നമുക്കിടാകും. അങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്തു. അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടും ചെയ്തു. അന്ധനായിരുന്ന അവസാന കാലത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അവരിതിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതിന്റെ സ്ഥാനം ഇസ്ലാമിൽ എന്താന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ അസ്വലാത്തു അമൂദുദ്ദീൻ എന്ന ദീനിന്റെ നെടും തൂണാണത്. ദീനുണ്ട്, ഈമാനുണ്ട്, തഖ്വയുണ്ട്, പക്ഷെ നിസ്കാരം കാര്യമൊന്നുമില്ല. പൊളിഞ്ഞാടി കിടക്കുന്നതായിരിക്കും. ഒരു ടെന്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. അതിലെങ്കിൽ വലിയൊരു വീട്, അതിന്റെ ഓരോ ഫില്ലറുകൾ. ഒരു ടെന്റാണെങ്കിൽ അതിന്റെ ഒരു തൂണുണ്ടാകും ഏറ്റവും മധ്യത്തിലായിട്ടുള്ള. എന്നിട്ട് പിന്നെ കയറ് വലിച്ചു കെട്ടിയിട്ടാണ് ആ ഷെഡ്, അതല്ലെങ്കിൽ അതിന്റെ ആ ഷീറ്റുകളൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ഉണ്ടാകുക. എന്നതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിന്റെ അതിന്റെ നെടുംതൂണ് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂൽ വഅമൂദുഹു അസ്സലാ, ഇസ്ലാമിന്റെ നെടുംതൂണ് നിസ്കാരാണ്. ഏത് വ്യക്തിയാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് സമൂഹത്തിലാണെങ്കിലും അവർ മുസ്ലിങ്ങളാണ് എന്ന് പറയും ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിന് ഈ പറയുന്ന പ്രാധാന്യം കൊടുക്കാതെ അതിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇസ്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുക. അവർ ഇസ്ലാം തരിപ്പണമായി കിടക്കുകയാണ്. അതല്ലാതെ ഉയർന്നു പൊന്തി നിൽക്കുകയല്ല അവർ ഇസ്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. ദീനുൽ ഇസ്ലാമിൽ അത്ര പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഇസ്ലാമിനുള്ളത്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിൽ ഇമാം മുസ്ലിം ഒക്കെ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 നെടും തൂണുകളിലായിട്ടാണ് ഇസ്ലാമിനെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞു, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ്. അതോടുകൂടെ തന്നെ ഒരാൾ മുസ്ലിം ആകാൻ പോകുന്നു. അതിന്റെ ശേഷം രണ്ടാമതാണ് ഇഖാമുസ്സലാ. എന്താ ഇഖാമുസ്സലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ ഇഖാമുസ്സലാ എന്നർത്ഥം? നിസ്കരിക്കാനാ? നിലനിർത്തുക. ഞാൻ പറഞ്ഞു, ബുദ്ധിയും പ്രായപൂർത്തിയും വന്നോടെ മുതൽ മരിക്കുന്നത് വരെ അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത്. തോന്നുമ്പോൾ നിസ്കരിക്കരുത്. തോന്നുമ്പോൾ സല്ലി ചില ആളുകളുണ്ടാവും. ചില ആളുകൾ തോന്നുമ്പോൾ സല്ലി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുമ്പോൾ അതിലെത്തിന് ഉണരുമ്പോൾ സല്ലികളുണ്ടാവും. ചില ആളുകൾ ഉറക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വജറും വാറലൊന്നുമില്ല. ഉണർന്നുണ്ടെങ്കിൽ നിസ്കാരക്കാർ. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുവീഴ്ച തന്നിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു വകുപ്പും ഇല്ല തന്നെ ദീനുൽ ഇസ്ലാമിൽ. പൊന്നു സഹോദരങ്ങളെ, ഈ നിസ്കാരം നിർവഹിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ബിസിനസ്മാൻമാരാകാതൊക്കെ, അല്ലെങ്കിൽ സമ്പത്തില്ലാതിരിക്കെ ദുന്യാവിൽ നമ്മൾ അതപ്പതിച്ചു പോകൽ ചെയ്യൽ, അതിൽ അഭിവൃദ്ധി വരിക ചെയ്യും. അതിൽ അഭിവൃദ്ധി വരികയാണ് ചെയ്യുക. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, അത് നമ്മോടും ബാധകമാണ് താരം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിസ്കരിക്കാൻ വേണ്ടി കുടുംബത്തിനോട് കൽപ്പിക്കണം കേട്ടോ. ഭർത്താവാണെന്നുണ്ടെങ്കിൽ, പിതാവാണെങ്കിൽ, കുടുംബനാഥനാണെങ്കിൽ ഭാര്യനോട് മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി കൃത്യമായി കൽപ്പിക്കുന്ന വേണം. വസ്തബിർ അലൈഹ, ക്ഷമിച്ച് സഹിച്ച് ഈ പറയുന്ന നിസ്കാരത്തിലും മറ്റുള്ള ഇബാദത്തിലും ദീനിലും ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകും വേണം. അത് നിർബന്ധമായിട്ട് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, നമുക്ക് ഫുഡ് വേണ്ടേ, നമുക്ക് വിഭവങ്ങൾ വേണ്ടേ, നമുക്ക് നല്ല സമയം വേണ്ടേ? ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നിങ്ങളോട് നമുക്കുള്ള വിഭവങ്ങൾ തരുമെന്ന് ചോദിക്കണില്ല. നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നമ്മൾ നൽകും. കൃത്യമായിട്ട് തൗഹീദുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് അഭിവൃദ്ധിയാണ് ഉണ്ടാവുക, നിഅമത്തുകളാണ്ടാകുക, സമ്പത്താണ്ടാകുക, ബറക്കത്തുകളാണ്ടാകുക. ആളുകൾ അധപ്പതനത്തിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, യാതനകളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് സംഭവിക്കും. അള്ളാഹുവിന്റെ ദീനിന് വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടിയും ഇത് പറയുന്നു. നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക്കും വിഭവങ്ങളും നമുക്ക് കിട്ടുക ചെയ്യും. ശരിയായ വിശ്വാസമുണ്ട്, ശരിയായ ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ. ഈ പറയുന്ന ഹദീസിൽ വഇഖാമിസ്സലാ, നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തുക, നിസ്കരിക്കണം എന്നല്ല, നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഉലമാക്കൾ അതിന് പറയുന്നതിന്റെ സമയം ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് ആ സമയത്ത് നിർവഹിക്കണം. പിന്നെ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട അർക്കാനുകൾ, സുജൂദ്, റുക്കൂ പോലത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിന്റെ ഉപാധികൾ, ഷർത്തുകൾ, അംഗശുദ്ധി വരുത്തൽ, ഖിബിലക്ക് മുന്നിൽ വസ്ത്രത്തിന്റെ ഈ പറയുന്ന സമയമായി എന്നുള്ളത്, ഇതുപോലത്തെ കാര്യങ്ങൾ.
പിന്നെ അതിന്റെ ഐച്ഛികമായി സുന്നത്തായ വാജിബായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിസ്കാരത്തിന്റെ ക്ലാസ് ഉണ്ടേ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിസ്കാരം പഠിപ്പിച്ചു ആരെങ്കിലും എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ളത് ഇല്ലേ? ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന സമയത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അപ്പൊ കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ സുജൂദിൽ വീഴ്ചകളുള്ളവരുണ്ട്, റുക്കുവിൽ വീഴ്ച വരുത്തുന്നവരുണ്ട്, അതേപോലെ തന്നെ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ കുഴപ്പങ്ങളുള്ളവരുണ്ട്. തശഹുദ് അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അത് കാണാതെ അറിയാത്തവരുണ്ട് അല്ലേ? ഈ സദസ്സിൽ തന്നെ ഒരു പക്ഷേ തശഹുദൊന്നും അറിയാത്ത ആളുകൾ ഉണ്ടാകും, ഈ സദസ്സിലുണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ഇബാദത്ത് നിർവഹിക്കുക. ചില ആളുകൾ ഞാൻ ഇങ്ങോട്ട് ആദ്യം വിളിച്ചപ്പോൾ വന്നു, പിന്നെ അവർ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി, വണ്ടി റിവേഴ്സ് തന്നെ പോയി, റിവേഴ്സ് അടിച്ചു. ഇല്ല, മുന്നോട്ട് വരി സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗ്ഗത്തേക്ക് അതിലേക്ക് മുന്നോട്ട് വരി, പിന്നിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ. അപ്പൊ ഈ പറയുന്ന നിസ്കാരത്തിന്റെ അതിന്റെ മര്യാദകൾ, അതിന്റെ ആദാബുകൾ, അതിന്റെ ശുറൂത്തുകൾ, നിബന്ധനകൾ, അർക്കാനുകൾ അത് മുഴുവനും കൃത്യമായി പാലിച്ചുകൊണ്ട് നിലനിർത്തണം. അത് ഒരിക്കലും ഒഴിവാകാതെ പകലുകളിലായിട്ട് അത് നിർവഹിക്കണം. നിങ്ങൾ നോക്കി, നിസ്കാരത്തിനെ കുറിച്ച് സാധാരണ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് യാത്ര ചെയ്ത് മിഅ്റാജ് എന്ന് പറയുന്ന ആ രാത്രിയിൽ 7 ആകാശവും അതിന്റെ അപ്പുറമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അള്ളാഹുമായി സംഭാഷണങ്ങൾ നടത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു പോരുന്ന സമയത്താണ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകന്റെ ഉമ്മത്തുകളായ നമുക്കും അള്ളാഹു നിർബന്ധമാക്കിയത്. സാധാരണ ഈ ലോകത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ നടപടികളെന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുഖേന സന്ദേശങ്ങൾ പ്രവാചകരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കല, വഹയായിട്ട്, സന്ദേശമായിട്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുപോയി ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിനൊക്കെ പറഞ്ഞയച്ച് ജിബ്രീൽ എന്ന് പറയുന്ന പ്രമുഖനായ മലക്കിനെ അയച്ച് അദ്ദേഹത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോയി 7 ആകാശത്തിന്റെ മുകളിലേക്ക് യാത്ര ചെയ്ത് അവിടെ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി നിസ്കാരം. ഇതുപോലെ മറ്റൊരു ഇബാദത്തിന്റെ കാര്യം പറയാനില്ല. ഇത്രത്തോളം പ്രാധാന്യത്തോടെ, ഇത്രത്തോളം ശ്രേഷ്ഠതയോടെ, ആദരവോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 50 വക്ത് ഒരു ദിവസം രാപ്പകല് 50 നേരം. സുബ്ഹാനല്ലാഹ്, 5 നേരം പറഞ്ഞിട്ട് ആളുകളുടെ അവസ്ഥകൾ പലതും ഇങ്ങനെയാണെങ്കിൽ 50 നേരം നിസ്കരിക്കണം. 50 നേരം രാത്രിയും പകലുമായിട്ട്. അങ്ങനെ പ്രവാചകൻ തിരിച്ചു പോരുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയും ഇത് കഴിയൂല, ജനങ്ങൾക്ക് ഇത് പ്രയാസാകും, മടക്കി ചോദിക്കും. അങ്ങനെ 5 പ്രാവശ്യങ്ങളായിട്ട് കുറച്ച് 5 വക്ത് നിസ്കാരം, 5 നേരം നിങ്ങൾ നിസ്കരിച്ചാൽ മതി രാപ്പകലുകളിൽ. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് റഹ്മത്ത് കാണിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫജ്ർ വരെ വേറെ നിസ്കാരമല്ലല്ലോ, ഉറങ്ങാനൊക്കെ ഉള്ള സമയമുണ്ടല്ലോ അവിടെ അല്ലേ? രാത്രി ഉറക്കിന്റെ അടിയിൽ എണീറ്റ് നിസ്കരിക്കുമെന്ന് പറഞ്ഞു എന്ന് വെക്കുക. എന്റെ ഈ കാലാവസ്ഥ അള്ളാഹുത്തിന് അങ്ങനെ നിയമം പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരാകൂലേ, ചെയ്യേണ്ടി വരൂലേ? അങ്ങനെയൊന്നുമില്ല, വിട്ടുവീഴ്ചയുണ്ട്. ഫജ്റിന്റെ സമയത്താണ് ആ ഉറക്കത്ത് നീച്ചുന്നത്, ആകെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ 4 ആക്കിയിട്ടില്ല. ആശ്വാസമുള്ള സമയം ളുഹൂർ അസ്ർ പോലത്തെ പകലിലൊക്കെയാണ് 4 റക്അത്ത് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വിട്ടുവീഴ്ചയോടുകൂടെ ചെയ്തിട്ട് 5 വക്ത് 50 നേരം നിസ്കരിച്ചതിന്റെ പ്രതിഫലം അതിന് ലഭിക്കും ചെയ്യുന്നു. 50 നേരം നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകാൻ തയ്യാറാണ്. ശേഷം പറയുന്ന ഒരു ഹദീസ്, ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്ന ഹദീസ് വളരെയധികം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്, പേടിപ്പെടുത്തുന്നത്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാത്ത്. എന്താ അർത്ഥം? ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാത്ത്. എന്താ അതിന്റെ അർത്ഥം? പറഞ്ഞു കൊടുക്കും. ഒരു മനുഷ്യന്റെയും ഷിർക്ക് കുഫറിന്റെ അടിയിൽ വേർതിരിക്കുന്ന സാധനം നിസ്കാരാണ്. എല്ലാവരും വന്ന് പറഞ്ഞ് ഞാൻ തഖ്വയുള്ള ആളാണ്, ഈമാനുണ്ട്, ഷഹാദത്തുണ്ട്, മുവഹിദാണ്, സലഫിയാണ്, സുന്നിയാന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇവൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ശ്രദ്ധിക്കുന്നു, അതിൽ എന്താണ് അവന്റെ അവസ്ഥ? മുസ്ലിമാണോ, കാഫിറാണോ, മുശ്രിക്കാണോ, മുവഹിദാണോ? അത് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന സാധനം ഈ നിസ്കാരാണ്. അപ്പൊ ഇത് ഒഴിവാക്കുന്ന ആൾ വളരെ വലിയ അപകടത്തിന്റെ മുന്നിലാണ്. ശിർക്കിന്റെയും കുഫറിന്റെയും ആളായി പോകാൻ സാധ്യതയുള്ള അത്ര വലിയ ഒരു ഗർത്തത്തിന്റെ മുന്നിലാണ് നിസ്കാരം ഒഴിവാക്കുന്ന വ്യക്തി. ശ്രദ്ധിക്കണം.
അത് കൃത്യമായി നിർവഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി മാറും നമ്മുടെ ശരീരത്തിൽ. ഒഴിവാക്കുമ്പോഴാണ് പിന്നെ പ്രയാസം ഉണ്ടാകും. നിസ്കാരം ഒഴിവാക്കിയാലാണ്, നഷ്ടപ്പെട്ടാലാണ്, വല്ല പാർട്ടിക്കോ വല്ല ഫംഗ്ഷനോ വല്ല കല്യാണത്തിനോ വല്ല വേറെ അതിന് പോയി നിസ്കാരത്തിന് കൃത്യമായിട്ട് സൗകര്യപ്പെടാതെ വരുമ്പോഴാണ് പ്രയാസം അനുഭവപ്പെടുക. പിന്നെ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഒരു സ്വസ്ഥതയും കിട്ടൂല, ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ല, വേറെയുള്ള റെസ്റ്റും സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല, നിസ്കാരം കിട്ടിയില്ലല്ലോ, നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എവിടെയാണ് പള്ളി? ഇതായിരിക്കും ചോദ്യം, ഇതായിരിക്കും. അതാണ് ഈ പറയുന്ന നിസ്കാരത്തിന്റെ സ്ഥിതി. ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഈ വിഷയം കാണണം, ഈ പറയുന്ന നിസ്കാരത്തിന്റെ കാര്യം കാണണം. ധാരാളം ഹദീസുകളിൽ, ധാരാളം ആയത്തുകളിൽ കൂടെ ഈ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് രോഗമായി കിടക്കുന്ന സമയത്തൊക്കെ അസ്വലാ വമാ മലക്കത്ത് ഐമാനുക്കും, നിസ്കാരം ശ്രദ്ധിക്കണം കേട്ടോ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അവിടുത്തെ ഉമ്മത്തിനെ നിരന്തരം വിളിച്ച് ഓർമ്മപ്പെടുത്തുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ മ്ലേച്ഛമായ, വൃത്തിഹീനമായ, ഇസ്ലാമിക വിരുദ്ധമായ, ദീനിന് എതിരായ തെറ്റായ കാര്യങ്ങൾ, അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ഈ വ്യക്തിയെ തടയും. ശരിയായി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്ന മനുഷ്യനെ തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിസ്കാരം അവനെ തടയും. നമ്മൾ ശരിയായ നിലക്ക് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പരിശുദ്ധമായി തീരും, നല്ല മനസ്സിന്റെയും ശരീരത്തിൻ്റെ ഉടമയായി മാറും ശരിയായ നിസ്കാരമുള്ള ഒരാൾ. ആരെങ്കിലും ഒരാൾ നിൽക്കാതെ നിസ്കരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ ഓൻ ശരിക്കും നിസ്കരിക്കണില്ല എന്നായിരുന്നു. അല്ല, നിസ്കാരം മോശമെന്നുള്ളതല്ല, അവൻ്റെ നിസ്കാരം ക്ലിയറല്ല. ശരിയായി നമ്മൾ നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മെ പരിശുദ്ധമാക്കി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഇന്ന സ്വലാത്ത്. അബുൽ ആലിയ എന്ന് പറയുന്ന താബിഈയായ പ്രമുഖൻ പറഞ്ഞു, നിസ്കാരത്തിൽ 3 കാര്യങ്ങളാണുള്ളത്. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഒരാളെ നിസ്കാരത്തിലില്ലെങ്കിൽ അവന്റെ യഥാർത്ഥ നിസ്കാരമില്ല. ഒന്നാമത് ഇഖ്ലാസുമാണ്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നിർവഹിക്കുന്നത്. ക്യാമ്പിന് വന്നു, വാർഡന്മാരെ വിളിച്ചു നടത്തി, ഒരു സ്വസ്ഥതയില്ലെന്ന് അങ്ങനെ പിതാകി പറഞ്ഞിട്ടാവരുത്. അല്ലെ, മാതാപിതാക്കൾക്കും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നത് അള്ളാഹ് എന്നോട് കൽപ്പിച്ചതാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, അള്ളാഹിനോടുള്ള കടമയാണ്. ആ നിലക്ക് നിസ്കരിക്കുകയാണ്, അത് ഇഖ്ലാസ് ഉണ്ടായി, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അദ്കാറുകളും ദിക്റുകളും ആ ഓർമ്മകളും നിലനിർത്തിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ നല്ല കാര്യം കൊണ്ട് ഈ നിസ്കാരം കൽപ്പിക്കും, പ്രേരിപ്പിക്കും, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കും ചെയ്യും. അതിൽ പറയുന്ന ദിക്ർ, ഖുർആനും ദുആകളും അദ്കാറുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും തെറ്റായതിൽ നിന്ന് അവനെ അത് തടഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു മഹാനായ പ്രമുഖനായ പണ്ഡിതൻ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. പുരുഷന്മാരായ ആളുകൾ ബാങ്ക് കേൾക്കുന്ന പള്ളികളിൽ പോയി നിസ്കരിക്കേണ്ടത്. പുരുഷന്മാരായ ആളുകൾ, ആണുങ്ങൾ ബാങ്ക് കേൾക്കുന്ന പള്ളികൾ എവിടെയാണോ അവിടെ പോയി നിസ്കരിക്കട്ടെ. ഖുറാഫികളായ ശിർക്ക് ചെയ്യുന്ന ആളുകളെ പള്ളിയിലൊന്നും ഓല പിന്നിൽ പോയി നിസ്കരിക്കാണ്ട് പാടൂല. ഖുറാഫികളുണ്ടാവും, ശിർക്ക് ചെയ്യുന്ന ഇമാമികളുടെ ഈ സമസ്തക്കാരെ പള്ളി പോലത്തെ അങ്ങനത്തെ പിന്നിൽ പോയി നിസ്കരിക്കാനും പാടില്ല. ശിർക്ക് ചെയ്യുന്നവരുടെ പിന്നിൽ പോയി നിസ്കരിക്കാൻ പാടില്ല. തൗഹീദുള്ള മുസ്ലിമീങ്ങളുടെ പള്ളികൾ നോക്കിയിട്ട് അവിടെ പോയിട്ട് നിസ്കരിക്കണം പുരുഷന്മാരായ ആളുകൾ, നിർബന്ധം. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വീടിന്റെ ഉള്ളിലാണ് അവർക്ക് നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്. വീടിന്റെ ഉള്ളിൽ സ്ത്രീകളെ സംബന്ധിച്ച് പള്ളിയിൽ പോട്ടെ ഏതെങ്കിലും സ്ത്രീകൾ ചോദിക്കുകയാണെങ്കിൽ ഇസ്ലാമികമായ ആ ഹിജാബും മറയും അത് പാലിച്ചുകൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചാൽ ഫിത്നകളൊന്നുമില്ലെങ്കിൽ പോകാൻ അനുവാദം കൊടുക്കാം ഭർത്താക്കന്മാർക്ക്. പക്ഷേ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടുണ്ട്, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കട്ടെ എന്നാണ് ഏതെങ്കിലും ഹജ്ജമ്മമാരോ ഏതെങ്കിലും സ്ത്രീകളോ വല്യന്മാരോ ഇമ്മാരോ പള്ളിൻ്റെ അടുത്തുള്ള വീട്ടുകാരാന്ന് പറഞ്ഞിട്ട് പള്ളിയേക്ക് ഓടുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഉത്തമൻ നിങ്ങളുടെ ബെഡ്റൂമിൽ അവിടെ എവിടെയും റൂമിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്, നല്ലവർക്ക്. അല്ലാതെ പള്ളിയേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ നല്ല തഖ്വയുള്ള സ്ത്രീയാണ്, വല്ലാത്ത നല്ല ഈമാന് കട്ടിയുള്ളതാണ് തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് വീടുകളാണ്. മദീനയിലെ പള്ളിയിൽ വെച്ചിട്ടാണ് പ്രവാചകൻ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞത്. മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണിലേറെ നിങ്ങളുടെ വീടുകളിൽ ആ കൂരകളിൽ പോയി നിസ്കരിക്കുന്നതാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഉത്തമം. പിന്നെ അതിലേറെ വലുതാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ അല്ല. ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവും, ബാങ്കെടുത്ത് കേട്ടാൽ പിന്നെ പെരിയിലെ ജോലിയും കാര്യം ഖിദ്മത്തും കുട്ടികളെ നോക്കൽ ഈമാനും കെട്ട് തളച്ചിട്ട് പള്ളിയേക്ക് പോവുക. അത് അവർക്ക് അഫ്ളലല്ല.
അത് പഠിച്ച് മനസ്സിലാക്കിയെടുത്തോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോടത്തോടുള്ള വികലതയാണ്. ഖലാസ്. പുരുഷന്മാരാണെങ്കിൽ മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മരണത്തിന്റെ ശേഷം അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന പള്ളികളിലെ അവൻ ഹാജരാവണം. നിസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന പള്ളികളിൽ അവൻ ഹാജരാവണം. ഇഷ്ഹാദ് ഇഷ്ഹാദ് في مجلس العلم أي بهذا. ഇതാണ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ. ഖുർആനിലും സുന്നത്തിലും അതുമായി വന്ന ധാരാളം ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. അതേപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഒരു ഹക്ക്, അവകാശം, കടമ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളോട്. ഈ ലോകത്തൊരു വ്യക്തി വരാൻ കാരണക്കാരായ മനുഷ്യന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്ത് വരാൻ കാരണക്കാരായ 2 വ്യക്തികളുണ്ട്. ഒരു പുരുഷനും ഒരു സ്ത്രീയുണ്ട്. ആ പുരുഷൻ ആ വ്യക്തിയുടെ വാലിദായിരിക്കും, പിതാവ്. ആ സ്ത്രീ ആ വ്യക്തിയുടെ വാലിദത്തായിരിക്കും, അതിൽ ഉമ്മയായിരിക്കും. ഈ 2 മനുഷ്യന്മാരോട് എന്തെന്നില്ലാത്തൊരു കടമയുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യം യർഹമുക്കല്ലാഹ് ധാരാളം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് ആ ആയത്തുകളും ഹദീസുകളും പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ കേൾപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല വീടുകളിലും കുട്ടികൾ ഒരൽപ്പായി കഴിഞ്ഞാൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, മാതാപിതാക്കൾ അവരെ ഭയപ്പെടുന്ന, അവരെ പേടിക്കുന്ന ഒരവസ്ഥയ്ക്ക് ആ കാര്യങ്ങൾ വരുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കുട്ടിൻ്റെ അടുത്ത് തെറ്റ് കണ്ടു ഒന്ന് പറഞ്ഞാൽ ഓര് പിന്നെ ഇറങ്ങി. പിന്നെ രാജ്യം മുഴുവനുമുള്ള മീഡിയകളും സംവിധാനങ്ങൾക്ക് ചിന്നാലിൻ്റെ വീട്ടിലത്തെ കുട്ടിനെ കാണാനില്ല, കുഞ്ഞങ്ങോട്ട് പോയി, കുഞ്ഞിങ്ങോട്ട് പോയി, കുറ്റക്കാര മുഴുവൻ മാതാവ് അല്ലേ? മൊബൈൽ എടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ, നിസ്കാരമൊന്നും ഇല്ല പറയുന്ന വേണ്ട. നിസ്കാരത്തിന്റെ പേരിൽ പറഞ്ഞിട്ടെങ്ങാനും കുട്ടി പോയി എന്നുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാടം കിടക്കുക യാമത്തനാട് വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. പൊന്നുമക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകളുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകളുണ്ട്, അതും ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് അതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഓടാനും ചാടാനും കഴിവും കെൽപ്പുള്ള ചോര തളക്കുന്നൊരു പ്രായത്തിലാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പറയുന്ന സ്റ്റേജും പ്രായം കഴിഞ്ഞിട്ടാണ് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളെപ്പോലെ ഓടാനും നിങ്ങളെപ്പോലെ തളക്കാനും നിങ്ങളെ രക്തം പോലെ തുടിക്കാനും ഇപ്പൊ കഴിയാത്തൊരു പ്രായത്തിലായിരിക്കും ഈ മാതാപിതാക്കൾ ഉണ്ടാകുക. പക്ഷേ നിങ്ങളുടെ ഈ പ്രായത്തിൽ പ്രായം ചെന്ന ക്ഷീണിതരായ മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുകയാണെങ്കിൽ, നന്മ ചെയ്തവരാണെങ്കിൽ, പറഞ്ഞതനുസരിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവരാണെങ്കിൽ, ഈ ലോകത്തുനിന്ന് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുള്ളത് അതിന്റെ പ്രത്യേകത. ഇതുപോലത്തെ പല അമലുകളും നമുക്ക് കാണാൻ കഴിയൂല ഈ ലോകത്തന്നെ കിട്ടുക എന്നുള്ളത്. നേരെ മറിച്ച് ഈ പ്രായത്തിൽ, ഈ തളപ്പില് ഈ മാതാപിതാക്കളെ ഒരു തുള്ളി വെള്ളമൊലിക്കാൻ നിങ്ങൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ, മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന് പകരമായ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ ഒഴിക്കാതെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ഡിതന്മാർ എടുത്തു പറയുന്നൊരു സംഭവമാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ കേൾപ്പിക്കാനുള്ളത്, കുഫാറുകൾ ഇവിടെ ഉണ്ട്, ശത്രുക്കൾ ഇവിടെ ഉണ്ട്, ഇസ്ലാമിന്റെ കഠിന വിരോധികളായ ആളുകളുണ്ട്. എന്തെങ്കിലും ഒന്ന് കേൾക്കാനും കിട്ടാനും കാത്തു നിൽക്കുകയാണ്. നിങ്ങളോട് മാതാപിതാക്കൾ കുറച്ച് ഗൗരവത്തിൽ ശബ്ദമുയർത്തി എന്തേലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞു, ഇന്നത് പറ്റൂല എന്ന് കർശനമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞ വിരോധം? മക്കളോട് പറയാ, പോറ്റി വളർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല 30 മാസമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഒരു മാതാവ് ചുരുങ്ങിയത് കഷ്ടപ്പെടുന്നത്. ഹമലത്തുഹു ഉമ്മുഹു, എന്താണ്? ഹംലുഹു ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ത്യാഗം, അതിന്റെ അപ്പുറത്തുള്ള ത്യാഗങ്ങൾ. കഠിനാധ്വാനം സഹിച്ചുകൊണ്ടാണ് പെണ്ണൊരു കുട്ടിനെ വയറ്റിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. തോസി പരിപാടി ഒന്നല്ല, അത് വെറുതെ ഇങ്ങനെ കിട്ടുന്ന സംഭവം നല്ലത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റൻ, ചുരുങ്ങിയത്. അതിലേറെ കൂടുതലുണ്ടാവും ചെയ്യാം. ഗർഭത്തിന്റെയും പിന്നെ ആ കുഞ്ഞൊന്ന് മുല കൂട്ടിയിട്ട് അതിനെ വളർത്തിയിട്ട് ആ മുല കൂടി ഒന്ന് മുറിക്കുന്ന പ്രായം 30 മാസം ചുരുങ്ങിയത്. 3 ദിവസം ഇവിടെ ഇരുന്നപ്പോഴേക്കും ഓരോരുത്തർ ഇതേമാതിരി അവിടെ കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു. 3 ദിവസം ഇരുന്നിട്ടില്ല. 30 മാസം ഒരു മാതാവ് കഠിനാധ്വാനം ചെയ്യാണ് ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ.
അങ്ങനെ 30 മാസം കഴിഞ്ഞ് അവൻ മുലകൊടി മുറിച്ചു എന്ന് കരുതുമ്പോഴേക്കിന് പിന്നെ അവൻ സ്വയം പര്യാപ്തനായിട്ടില്ല. വീണ്ടും രാത്രിയും പകലും ഉറക്കും ഊണും കഷ്ടപ്പാടും കരച്ചിലും ഈ മാതാവിന്റെ എല്ലാ കാര്യങ്ങളും ഡിസോർഡർ ആവുകയാണ് ഈ ഒരു കുട്ടിക്ക് വേണ്ടി. എന്നിട്ട് അവന് കുറച്ചിട്ട് കഴിഞ്ഞ് 12 വയസ്സ് 13 വയസ്സൊക്കെ ആവുമ്പോഴേക്കിന് പിന്നെ ഞാൻ നേതാവും ഇമ്മ എന്റെ ഖദ്ദാം, എന്റെ അറബികൾ പറഞ്ഞതുപോലെ എന്റെ എന്താ പറയാ സർവന്റ് വേലക്കാരത്തിയാ, വാപ്പ എനിക്ക് വേണ്ടി എന്തും ചെയ്തേനും, സമ്പത്തും ഫുഡുകളും ഫീസുകളും സൗകര്യങ്ങളും എന്റെതൊക്കെ ചെയ്തേനും. എന്തെങ്കിലും വാപ്പ പറയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് ഇറങ്ങി ഇന്ന ബോംബെയിൽ ചോപ്പാട്ടിയിൽ പോയിട്ട് അവിടുന്ന് തലപൊക്കല, ഡൽഹി പോയിക്കാണ്ട് അവിടുന്ന് പോലീസുകാർക്ക് പിടിച്ചാൻ കിട്ടില്ല. ഇതാ മുസ്ലിമീങ്ങൾ മക്കൾ. ഇസ്ലാമിന്റെ സംസ്കാരമല്ലത്. മാതാവ് പറയും, പിതാവ് പറയും, ഗൗരവത്തോടെ പറയും, ഉപദേശിക്കും നിർദ്ദേശിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതാണെങ്കിൽ അതിന്റെ ഫലം ഈ ലോകത്ത് വെച്ച് തന്നെ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ തിക്തമായ ഫലം ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുള്ള അതാണ്. പിശാചിനൊരിക്കലും നിങ്ങൾ അവന്റെ ആയുധങ്ങളാകരുതേ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരിക്കലും നിങ്ങൾ സഹായികളാകരുതേ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ഹക്കുകൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹക്ക് തൗഹീദൊക്കെ പറയുന്ന അതിന്റെ നേരെ ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ ഹക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. ഇന്നലെ നമ്മൾ പറഞ്ഞ തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് അള്ളാഹിന്റെ തീരുമാനം, ഇതാ നിയമം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അതിന്റെ നേരെ ഉടനെ പിന്നെ ആയത്തിൽ എന്താ പറഞ്ഞത്? വബിൽ വാലിദി ബാറക്കല്ലാഹു. ഹിഫ്ളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ, ഖുർആൻ ഹിഫ്ളുള്ള വിദ്യാർത്ഥികളാണ്. ഞാൻ കരുതിയിലൊക്കെ മേലെയാണ്. അല്ലാഹുമ്മ ബാരിക് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിന്റെ ഹക്ക് പറഞ്ഞ ഉടനെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഹക്കുണ്ട് നമുക്ക്, അതേപോലെ ഈ ലോകത്ത് നമ്മൾ വരാൻ കാരണക്കാരായ ആളുകളോടുള്ള ഹക്കുണ്ട്. മാതാപിതാക്കളോട് നന്മ ചെയ്യണം കേട്ടോ, നന്മ ചെയ്യണം. അത് വയസ്സാം കാലത്ത് അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരിക്കലും നടക്കൂല. അള്ളാഹു സുബ്ഹാനഹു അതിന്റെ ശിക്ഷ ലോകത്തുനിന്ന് പരലോകത്ത് വേറുണ്ടാവും. ഏറ്റവും ഗൗരവത്തിൽ നിങ്ങൾ കാണേണ്ടതാണ്. മാതാപിതാക്കൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഒലിക്കാൻ നിങ്ങൾ കാരണക്കാരാകരുത്. അവർ പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാവണം. നല്ല കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞ തെറ്റായ കാര്യം മാതാപിതാക്കൾ പറഞ്ഞതിനനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ശിർക്ക് ചെയ്യാനോ ഖുറാഫാത്ത് ചെയ്യാനോ നബിദിനത്തിന് പോകാനോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തികേട് ചെയ്യാനോ മാതാപിതാക്കൾ പറഞ്ഞു. പെൺകുട്ടികളോട് പറയാം ഹിജാബ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഖുർആനും വാർത്തവും സുന്നത്തും പഠിക്കാൻ പോകാൻ അനുവദിക്കാതെ ഫലാത്തുത്തിയഹുമോൽക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല നിങ്ങൾ സംരക്ഷിക്കും, ഏറ്റെടുക്കുകയും ചെയ്യും. ആ കുറ്റക്കാർ മാതാപിതാക്കളാണ്. നേരെ മറിച്ച് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കനുസരിച്ചേ മതിയാകും. വബിൽ വാലിദൈനി ഇഹ്സാന ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതൊക്കെ പലപ്പോഴും. എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പരിധികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ലോകത്ത്. ആ പരിധി ഒരാൾ ലംഘിക്കാൻ പോയാൽ അവന്റെ ജീവിതം കൊണ്ട് കളിക്കായിരിക്കും. അതിന്റെ തിക്ത ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുതേ. അള്ളാഹുവിന്റെ ഹക്കാണ്, അവനുള്ള കടമയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിന്റെ പറഞ്ഞ ഉടനെ വാലിദൈൻ മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു പിതാവ് എന്ന് പറയുന്നത് ഈ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്, അവനെടുക്കുന്ന ടെൻഷന്, അവനെടുക്കുന്ന എഫോർട്ടുകൾ, അതിന്റെ പേരിൽ അവൻ സഹിക്കുന്ന ത്യാഗങ്ങൾ, മറ്റുള്ള ആളുകളുടെ മുന്നിൽ അവനുണ്ടാകുന്ന മറ്റ് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, യാതനകൾ എത്രയാണ്. ഒരു പിതാവിന്റെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്നും ചോദിച്ചു നോക്കി. പലരും പറയാൻ തന്നെ തയ്യാറാവും. മക്കളെ അറിയിക്കൂല, ഒരു മനസ്സ് വിഷമിക്കണ്ടായെങ്കിൽ. മാതാവിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് രണ്ട് ആയത്തുകളിൽ കൂടുതൽ പറയുക, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. വിഷമം, പ്രയാസം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഉറക്കിന്റെ കാര്യത്തിൽ, നടത്തത്തിന്റെ കാര്യത്തിൽ, ഇരുത്തത്തിന്റെ കാര്യത്തിൽ ഒരു സുഖമില്ലാതെ, ക്ഷീണം, തളർച്ചയും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ കഴിയാതെ അങ്ങനെയാണ് അവർ കഴിച്ചുകൂട്ടുന്നത്. ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ മക്കൾ ഒരു പൊടി പോകുന്നവരൽപ്പം പോന്നതിന്റെ ശേഷം അവർ മാതാപിതാക്കൾക്ക് തലവേദനയാകുക. അത് പിശാചിന്റെ പണികളാണ്. അവൻ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടെടുക്കുന്ന കൗശലങ്ങളും കുതന്ത്രങ്ങളുമാണ്. കരുതിയിരിക്കണം. അത് എനിക്ക് പറയാനുള്ളൂ.
കരുതിയിരിക്കണം. അബൂ ബുർദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ് ഒരിക്കൽ അന്നഹു ഷഹിദ ഇബ്ന ഉമറ റളിയല്ലാഹു അൻ മസ്ജിദുൽ ഹറാമിൽ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ അബൂ ബുർദ എന്ന് പറയുന്ന ഈ താബിഈ പണ്ഡിതൻ അബ്ദുല്ലാഹിബ്ൻ ഉമർ എന്ന് പറയുന്ന സ്വഹാബിയെ കണ്ടു. അബ്ദുല്ലാഹിബ്ൻ ഉമർ എന്ന് പറയുന്ന സ്വഹാബിയെ കണ്ടു. അവര് മസ്ജിദുൽ ഹറാമിൽ വെച്ച് കാണുന്ന സമയത്ത് വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്തി ഹാമിലുൻ ഉമ്മഹു വറാഅ ളഹരിഹി, യമനിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ അവന്റെ മാതാവിനെ പുറത്ത് ചുമന്നുകൊണ്ട് കാബൻ തവാഫ് ചെയ്യുന്ന രംഗാ കണ്ടത്. ഉമ്മാനെ തോളിലേറ്റിയിട്ട്, സാധാരണ കുട്ടികളെയാണ് തോളിലേറ്റ്, ഉമ്മ വയസ്സായി, പ്രായാധിക്യമായി, ശരീരം ശോഷിച്ചു, ക്ഷീണിതയായി, നടക്കാനും ഒന്നും വയ്യാത്ത അവസ്ഥയിൽ യമനിൽ നിന്നിട്ട് ഉമ്മാനും കൂട്ടിയിട്ട് ഉംറക്ക് വന്നിട്ട് അന്നത്തെ കാലത്ത് അങ്ങനെ മക്കയിൽ വന്നിട്ട് കാബൻ തവാഫ് ചെയ്യാണ് ഉമ്മാനെ പുറത്തിയേറ്റിക്കൊണ്ട് ഈ മകൻ യമനിയായ മനുഷ്യൻ അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഈ രംഗം കണ്ടു. ആ മാതാവിനെ പുറത്തേറ്റിക്കൊണ്ട് ആ യമനി പറയാണ് ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു ഇൻ ഉദ്ഇറത് റികാബുഹാ ലം ഉദ്അറു എന്ന് പാട്ടും പാടിക്കൊണ്ടിങ്ങനെ, എന്റെ ഉമ്മാക്കുള്ള ഏറ്റവും അനുസരണമുള്ള ഒട്ടകമാണ് ഞാൻ. എന്റെ ഉമ്മാന്റെ ഏറ്റവും അനുസരണമുള്ള പറഞ്ഞാൽ കേൾക്കണ ഒട്ടകമായിട്ടാണ് ഞാനിപ്പോ എന്റെ ശരീരത്തിനെ കാണുന്നത്. ഇവിടെ എന്ത് തിരക്കും പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് എന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, ഉമ്മാക്കൊരിളക്കോ കുലുക്കോ ഒരു പേടിയോ ഒന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് തവാഫ് ചെയ്യാൻ ഞാൻ നിന്ന് കൊടുക്കും. ഉമ്മാനെ പുറത്തേറ്റിട്ട് ഇത് പറഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യാൻ. അങ്ങനെ അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ ഇദ്ദേഹം കണ്ടു, മഹാനായ പണ്ഡിതനെ കണ്ടു ഈ യമനി. അപ്പൊ ചോദിച്ചു, യബ്ന ഉമർ അതുറാനി ജസൈതുഹ, ഇമ്മ ഇന്ന് ഗർഭം ധരിച്ചു, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി, ത്യാഗം ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഉമ്മാക്ക് അതിനുള്ള പകരം ഞാൻ ചെയ്തു എന്നുള്ള അഭിപ്രായം ഇല്ല നിങ്ങൾക്ക്? ഉമ്മനെ നോക്കി വളർത്തിയതിനൊക്കെ ഉമ്മാക്ക് ഞാൻ അത്യാവശ്യം ചെയ്തില്ലേ, കണ്ടില്ലങ്ങളേയും ചോദിച്ചു. അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ ലാ വലാ ബിസഫറത്തിൻ വാഹിദ, നിന്നെ ഗർഭം ധരിച്ച സമയത്ത് നിന്റെ മാതാവ് അനുഭവിച്ച ഒരൊറ്റ പ്രസവ വേദന ഉണ്ടല്ലോ, ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന സമയത്തുള്ള ആ ഒരൊറ്റ വേദനക്ക് പോലും പകരം നീ ഈ ചെയ്തതായിട്ടില്ല. നിന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന സമയത്ത് ഗർഭത്തിന്റെ ആ പ്രസവ വേദന എന്ന് പറയുന്ന വേദനകളുണ്ട്. അത് പ്രസവിച്ച സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്കറിയുമത്, ഉമ്മാരോട് ചോദിച്ചാൽ ആ ഒരു വേദനക്ക് പോലും പകരം നീ ഈ പറയുന്ന സേവനമായിട്ടില്ല മകനെ. അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ബിസഫറത്തിൻ വാഹിദത്തിൻ ഇൻദൽ വദഇ, പ്രസവിക്കുന്ന സമയത്ത് അവർ സഹിച്ച ആ ഒരൊറ്റ വേദനക്ക് പകരം പോലും നീ പ്രത്യുപകാരം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇന്നലി ഉമ്മൻ ബലഗഹാ മിനൽ കിബരി അന്നഹാ ലാ തഖ്ലി ഹാജ ഇല്ലാ വളഹരി മതിയത്തുല്ലഹ, പ്രായം ചെന്ന ഒരു മാതാവുണ്ട് എനിക്ക്. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഖലീഫയോട് പറഞ്ഞു, പ്രായം ചെന്ന മാതാവാണ്, എന്ത് കാര്യം ഉമ്മാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പെരടിയിൽ ഏറ്റിയിട്ട് പുറത്ത് ഏറ്റിയിട്ട് കൊണ്ടുപോയേ മതിയാകൂ, അല്ലാതെ ഉമ്മാക്ക് കഴിയൂല, ഉമ്മടെ അനുവദിക്കൂല, ഏറ്റിയിട്ട് കൊണ്ടുപോയി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ ഉമ്മാനെ പുറത്തേറ്റിയിട്ട് ഉമ്മാന്റെ പ്രാഥമിക ആവശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ വിഷയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കാതെ പുറം തിരിഞ്ഞു നിൽക്കും, ഉമ്മ നിർവഹിക്കും. എത്ര പ്രയാസം ഉണ്ടാകും, എത്ര ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ഞാൻ ചെയ്യലുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഫഹൽ അദ്ദൈതു ഹഖഹ, ആ ഉമ്മാനോട് ചെയ്യേണ്ട കടമ ഞാൻ വീട്ടിനായില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ലാ, ആ ഉമ്മാക്ക് നീ ചെയ്യുന്നതിന്റെ പകരം നീ ചെയ്യാന്നുള്ളതായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞാൻ എന്റെ പുറത്തേറ്റിയിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഈ സേവനങ്ങളൊക്കെ ചെയ്തിട്ട്, എന്നിട്ടും പിന്നെ അതിലെ പകരത്തിന് പകരമായില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നു? അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് പറഞ്ഞു, നിന്റെ മാതാവ് നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത് മുഴുവനും നിന്നോട് ചെയ്തതാണ് അല്ലേ, നിന്നെ ചുമന്ന് നിന്നെ ഏറ്റി നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ചെയ്തതാണ്. ആ സമയത്തൊക്കെ നിന്റെ മാതാവിന്റെ മനസ്സിലുണ്ടായി, നീ കുഞ്ഞ് വളർന്നെങ്കിൽ, ഇവൻ വലുതായെങ്കിൽ, ഇവൻ രക്ഷപ്പെട്ടെങ്കിൽ അല്ലേ, ഇവനൊരു പ്രയാസം ഉണ്ടാവാതിരിക്കണം, ഈ ചിന്തയോടെ ചെയ്തതാ. നീ ഇപ്പൊ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് എന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, എനിക്ക് ഈ പ്രയാസം ഒരു മോചനം കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടെയായിരിക്കും. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട ഒരാളായിട്ട് നമ്മൾ ഒരുപാട് ചെയ്തു എന്നുള്ള ആ മാനസികാവസ്ഥയിലാ ചെയ്യുക അല്ലേ. മാതാവും പിതാവും നമുക്ക് ചെറുപ്പത്തിൽ ചെയ്തു തരുന്നതോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒരു പ്രതിഫലം മോഹിച്ചുകൊണ്ടുമല്ല. ഈ കുഞ്ഞ് വലുതാവട്ടെ, ഇവൻ വളരട്ടെ, ഇവന്റെ കൈ വലുതാവട്ടെ, കാല് വലുതാവട്ടെ, ഇവന്റെ തല വലുതാവട്ടെ, ഇവൻ നല്ലവനായി ഉയരട്ടെ, മെച്ചപ്പെടട്ടെ, ഈ ചിന്തയിലായിരിക്കും. മാതാപിതാക്കൾക്ക് നമ്മൾ പലതും ചെയ്യുന്നത് നമ്മളെന്തോ വലിയ സേവനം ചെയ്തതുപോലെ, ഒരു കടമ നിർവഹിച്ചതുപോലെ, അവർക്ക് നമ്മൾ എന്തൊക്കെയോ വലുതൊന്നും ചെയ്തു കൊടുത്തതുപോലത്തെ മാനസികാവസ്ഥയിൽ രണ്ടും വ്യത്യാസമുണ്ട്.
അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, മാതാപിതാക്കളുള്ള ഈ ഹക്കുകൾ, ഈ കടമ എന്ന് പറയുന്നത് അത് വളരെ മഹത്തായതാണ്. സംസാരത്തിൽ അവരോട് നമ്മൾ താഴ്മ കാണിക്കുക, അവർ നമ്മോട് ആവശ്യപ്പെട്ട സേവനങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക, നമുക്ക് സമ്പത്തും കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണെങ്കിൽ അത് അവർക്ക് വേണ്ടി ചെലവാക്കുക, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, എല്ലാ നിലക്കും. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളായ സാലിഹീങ്ങളായ മക്കള് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതുപോലത്തെ ദുആ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുമ്മഗ്ഫിർ ലി വലിവാലിദയ്യ, അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീന, റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ എന്നെ പോറ്റി വളർത്തി, അവർ എന്നെ വലുതാക്കിയതുപോലെ അള്ളാഹുവെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം എന്ന് നിരന്തരം ദുആ ചെയ്യുക. ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ ശേഷമാണെങ്കിൽ ഈ ദുആ അള്ളാഹു സ്വീകരിക്കും, അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് അവർക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിച്ച് അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ, യഹ്യാ നബിയാണെങ്കിൽ, ആ പറയുന്ന മക്കളൊക്കെ കാര്യത്തിൽ എടുത്തു പറയുമ്പോൾ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ. യഹ്യാ നബിയെക്കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് വബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ബിർ ചെയ്യുന്ന ആളായിരുന്നു. മാതാപിതാക്കളെ അടങ്ങാറാക്കുന്ന, അവർക്ക് അനുസരണക്കേട് കാണിക്കുന്ന, അവർക്ക് ശല്യക്കാരനായ മകനായിരുന്നില്ല എന്നുള്ള. വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ, അള്ളാഹുവിനോടോ അതല്ലെങ്കിൽ മാതാപിതാക്കളോടൊക്കെ എതിര് ചെയ്യുന്ന അഹങ്കാരത്തിന്റെ സ്വഭാവക്കാരനായിരുന്നില്ല. അഹങ്കാരം പാടില്ല, താഴ്മയാണ് വേണ്ടത്. മുഅ്മിനീങ്ങളുടെ മുഖമുദ്രയാണ് താഴ്മ എന്ന് പറയുന്നത്. ഭൂമിയിൽ കൂടെ താഴ്മയോടെ നടക്കുക, ജീവിക്കാതുള്ളത്, സംസാരത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ താഴ്മയുള്ളവരാവുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ മുഖമുദ്രയാണ്. അഹങ്കാരം, ധിക്കാരം എന്ന് പറയുന്നത് പിശാചിന്റെയും അവന്റെ അനുയായികളുടെയും മുഖമുദ്രയുമാണ്, അവരുടെ സ്വഭാവമാണ്. അതൊരിക്കലും നമ്മൾ എടുത്തണിയാൻ നിൽക്കരുത്. അഹങ്കാരം, കിബർ പാടില്ല. അള്ളാഹുവാണ് മുതകബ്ബിർ, അള്ളാഹു ഹുവൽ മുതകബ്ബിർ, അള്ളാഹുവാണ് അക്ബർ. നമ്മൾ ബലഹീനരാണ്, നിസ്സഹായരാണ്. അതെപ്പോഴും മനസ്സിലാക്കും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വന്നു വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ. വബർറൻ ബിവാലിദതി, മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ മാതാവിന് ബിർ ചെയ്യുന്ന ആളാണ് ഞാൻ, അല്ല ധിക്കാരിയല്ല, അഹങ്കാരിയല്ല എന്ന് പറയും. ധിക്കാരിയല്ല, അഹങ്കാരിയല്ല. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഫള് കൊണ്ട് ഈ പറയുന്ന രണ്ട് ഹക്കുകൾക്കുള്ള പ്രാധാന്യം നിസ്കാരത്തിനുള്ളത്, അതേപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ള ഈ ഹക്കുകൾ, കടമകൾ വിശദമായി ധാരാളമായി പറയേണ്ട കാര്യങ്ങളാണെങ്കിലും സൂചന എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഉണർത്തിയതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ 2-3 ദിവസം കൂടെ വന്ന് പങ്കെടുത്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ട് പഠിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഈ വന്ന ഒരുമിച്ച് കൂടലും ഇതിൽ നിന്നുള്ള പിരിയലും നല്ല ഒരു സാലിഹായ സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഉപകാരപ്രദമായ ഇൽമു നേടി സ്വീകാര്യോഗ്യമായ ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കിട്ടിയ കാര്യങ്ങൾ, ഇവിടുന്ന് കേട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളോട് നല്ല നിലക്ക്, അതേപോലെ തന്നെ താഴെയും മേലെയുമുള്ള സഹോദര സഹോദരിമാരായവരോട്, കുടുംബത്തിൽപ്പെട്ട് നിങ്ങൾക്ക് ബന്ധമുള്ളവരോട്, നാട്ടിലുള്ള ആളുകളോട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനും ഇതൊരു പ്രബോധനമായി സ്വീകരിക്കാനും ഇത് മറ്റുള്ളവരിലേക്ക് അറിയിച്ചുകൊണ്ട് അവർക്കും ഇതുപോലത്തെ നന്മകൾ നേടിയെടുക്കാൻ നിങ്ങൾ കാരണക്കാരാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം, അള്ളാഹുവിനോട് സഹായത്തെ തേടണം. ഇന്നലെ ഞാൻ ആ ഹദീസിൽ പറഞ്ഞതുപോലെ ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്ന ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ, എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അള്ളാഹുവിനോട് മാത്രം ചോദിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുവിനെ ആശ്രയിക്കുക ഏത് കാര്യത്തിലും. ഇദാ സഅൽത ഫസ്അലില്ലാ, എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്താണ് വിഷമങ്ങൾ, എന്താണ് പ്രയാസങ്ങൾ, പലതുണ്ടാകും, സംഘർഷങ്ങളുണ്ടാകും, പല ജാതി ടെൻഷൻ ഉണ്ടാകും, ചിന്തകളുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് മാത്രം സഹായത്തെ തേടുക. പല വിഷയങ്ങളും സഹായം ആവശ്യമുണ്ടാകും. പിശാചിന്റെ ഉപദ്രവമുണ്ടാകും, വൃത്തികെട്ട കൂട്ടുകാരെ കൊണ്ടുള്ള ഉപദ്രവമുണ്ടാകും, മറ്റ് പല ഭാഗത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. മനുഷ്യരാണ് നമ്മളെല്ലാവർക്കും ഉണ്ടാകും. ഈ പ്രായം എന്ന് പറയുന്നത് നമുക്ക് പലജാതി സംഘർഷങ്ങളും പലജാതി ചിന്തകളും മനസ്സിൽ വരുന്ന സമയമാണ്.
അപ്പോ അള്ളാഹുവിനോട് സഹായത്തിന് തേടുക. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വെക്ക്, അള്ളാഹു കണക്കാക്കാത്ത തീരുമാനിക്കാത്ത ഒന്നും തന്നെ നടക്കുകയില്ല. ഇനി ലോകത്തുള്ള എല്ലാ ആളുകളും നിന്നെ ഉപദ്രവിക്കണം, പ്രയാസപ്പെടുത്തണം എന്നാണ് തീരുമാനിച്ചു, അതിനുവേണ്ടി അവർ ചട്ടം കൂട്ടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കാതെ, അള്ളാഹു തീരുമാനിക്കാത്ത ഒരു വിപത്തും നമുക്ക് വരുത്തിവെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ യാ ഗുലാം, കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൊടുത്ത ഉപദേശം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകവും പരലോകവും വിജയിച്ച് അവന് ഇഷ്ടപ്പെട്ട അടിമകളായി അവനെ കണ്ടുമുട്ടാൻ, സ്വർഗ്ഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലത്തെ സദസ്സുകളിൽ ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടാനും പങ്കെടുക്കാനും അള്ളാഹുവിന്റെ ദീന് കൃത്യമായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് ഇബാദത്തിലും അമലിലും അത് പ്രാവർത്തികമാക്കാനും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ ഒത്തുകൂടലിന് എനിക്കും നിങ്ങൾക്കും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ആളുകളോട് ഞാൻ അവരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളും തന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നന്ദി അറിയിക്കുകയും ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. هذا وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല നിലക്കുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദേഷ്യപ്പെട്ടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, അത് മനസ്സിലൊന്നും ഉണ്ടാവരുത്. ജസാക്കുമുല്ലാഹു ഖൈറൻ വബാറകല്ലാഹു ഫീക്കും.